ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. രാവിലെ കുളിച്ച് ഫ്രഷായി നീലക്കരയുള്ള മുണ്ടും സിൽക്ക് ജുബയും ധരിച്ച് കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുമ്പോൾ ഗംഗാധര മേനോൻ സ്വന്തം രൂപം കണ്ണാടിയിൽ കണ്ട് തൃപ്തനായി. വയസ്സ് 60 അടുത്തിട്ടും ഒരൊറ്റ ചുളിവ് പോലും വീഴാത്ത മുഖവും ഉറച്ച ശരീരവും കൊഴുപ്പടിയാത്ത വയറും അയാളിൽ എപ്പോഴും യൗവനം ബാക്കി നിൽക്കുന്നു എന്നതിന്റെ തെളിവാണെന്നോർത്ത് അയാൾ അഭിമാനിച്ചു. മനസ്സിലേക്ക് ഓടിയെത്തിയ വരികൾ ഒരു പാട്ടായി ചുണ്ടിൽ മൂളാൻ ഒരുങ്ങുമ്പോഴാണ് അയാളുടെ അരികിലേക്ക് നടന്നു വരുന്ന ഭാര്യ ഗീതയുടെ രൂപം കണ്ണാടിയിൽ തെളിഞ്ഞത്. ഗീതയെ കണ്ടതും ചുണ്ടിലെ പാട്ട് അപ്രത്യക്ഷമായതിനൊപ്പം തന്നെ ഗംഗാധര മേനോന്റെ മുഖത്തൊരു ഗൗരവം പ്രത്യക്ഷപ്പെട്ടു. അയാൾ ചോദ്യഭാവത്തിൽ ഭാര്യയെ നോക്കവേ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അറിയിച്ച് ഗീത തിരികെ നടന്നു. നടന്നു പോകുന്ന ഗീതയെ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ കണ്ണിൽ അവരോടുള്ള പുച്ഛം തെളിഞ്ഞു നിന്നു. ഒപ്പം വരാൻ പോകുന്ന സൗഭാഗ്യം ഓർത്തിട്ടെണ്ണവണ്ണം ഒരു ചിരി അയാളുടെ ചുണ്ടിലെത്തിയതും അപ്പോഴായിരുന്നു. ഊൺമേശക്കരികിൽ അയാളുടെ വരവും പ്രതീക്ഷിച്ചിരുന്ന മകൻ രാഹുൽ അച്ഛനെ കണ്ടതും കയ്യിലെ മൊബൈൽ താഴെ വെച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. നീ ഈ ആഴ്ചയിലെ കണക്കുകളെല്ലാം ചെക്ക് ചെയ്തോ രാഹുൽ? ഗംഗാധര മേനോന്റെ ചോദ്യം കേട്ട രാഹുൽ ഒരു നിമിഷം അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചുകൂടി ബാക്കിയുണ്ടച്ഛാ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പുകളിൽ പോവണ്ടല്ലോ, ഞാൻ ചെക്ക് ചെയ്ത് വെച്ചോളാം. രാഹുലേ! ഗംഗാധര മേനോന്റെ ശബ്ദം ഊൺമുറിയിൽ അലയടിക്കുമ്പോൾ ഭയത്താൽ ഗീതയുടെ കയ്യിലിരുന്ന കറിപ്പാത്രം വിറകൊണ്ടു. ഭയത്തോടെ അച്ഛനെ നോക്കിയ രാഹുൽ കണ്ടു ദേഷ്യത്തിൽ അച്ഛന്റെ മുഖം ചുവന്നിരിക്കുന്നു. രാഹുൽ, നിന്നോട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും വരുന്ന കണക്കുകൾ അന്നന്ന് തന്നെ ചെക്ക് ചെയ്ത് വെക്കണമെന്ന്, ഒന്നും പിന്നത്തേക്ക് വെക്കരുതെന്ന്. മറന്നോ നീ അത്? ഈ ഫോണിൽ ഞെക്കി സമയം കളയാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചൊരു MBA കാരനാക്കിയത്. ഫോൺ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനാണ്. ഈ ഇടെ നിനക്ക് ഫോണിന്റെ ഉപയോഗം അല്പം കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം മാനേജറും എന്നോട് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, മേലിൽ ഇനി ഇത് ആവർത്തിക്കരുത്. കയ്യിലെ ദോശ തിരികെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഗംഗാധര മേനോന്റെ രൂക്ഷമായ നോട്ടം നേരിടാനാവാതെ ഗീത മുഖം കുനിച്ചു. ആളൊഴിഞ്ഞ ഭാഗം നോക്കി കാർ നിർത്തി അതിനുള്ളിൽ അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ഗംഗാധര മേനോൻ കയ്യിലെ ഫോൺ എടുത്ത് അതിലേക്ക് നോക്കി. അയാളുടെ ദേഷ്യത്തെയും അക്ഷമയെയും എല്ലാം തോൽപ്പിക്കാനുള്ള ഒരു ചിരിയുമായി അതിൽ അവൾ ഉണ്ടായിരുന്നു, കാർത്തിക. ഗംഗാധര മേനോന്റെ തുണിക്കടയിൽ സൂപ്പർവൈസറായി ജോലി നോക്കുന്ന 19കാരി കാർത്തികയുടെ ഫോട്ടോ അയാളെ നോക്കി ചിരിച്ചു. മുല്ലമുട്ട് പോലുള്ള പല്ലുകളും ആരെയും ആകർഷിക്കുന്ന ചുണ്ടുകളുമായ അവൾ അങ്ങനെ ചിരിക്കവേ പെട്ടെന്ന് അയാളുടെ ഫോണിൽ അവളുടെ മെസ്സേജ് വന്നു. രാഹുലേട്ട, അമ്മയും ഏട്ടനും ഇപ്പോൾ പോവും, അത് കഴിഞ്ഞ് വന്നാൽ മതി കേട്ടോ, ഞാൻ പറയാം. മെസ്സേജ് വായിക്കവേ അയാളുടെ കണ്ണിൽ വല്ലാത്തൊരു കനൽ തിളങ്ങി. രാഹുലേട്ടൻ? നീ കാത്തിരിക്കടി രാഹുലേട്ടന് വേണ്ടി. പക്ഷെ വരുന്നത് ഈ ഗംഗാധര മേനോനാണ്, അവന്റെ അച്ഛൻ. കയ്യിലെ ഫോണിലെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കവേ കാർത്തികയുടെ വശ്യ സൗന്ദര്യം അയാളെ മത്തു പിടിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 4-5 മാസമായി ഇവൾ തന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞാൽ തന്റെ കടയിൽ ജോലി അന്വേഷിച്ചു വന്ന അന്നു മുതൽ താൻ അവളെ മോഹിച്ചു തുടങ്ങിയതാണ്. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യവും ശരീരഭംഗിയും കണ്ടിട്ടു തന്നെയാണ് അവൾക്ക് അവിടെ ജോലി നൽകിയത്. ഇന്നേ വരെ തന്റെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു അഭിനിവേശം ഇവളോട് മാത്രം. താൻ എന്നും തന്റെ ജോലിക്കാരുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ ഉത്തമനും സർവഗുണ സമ്പന്നനുമാണ്. വീട്ടിൽ ഭാര്യയും മകനും തന്റെ ഒരു നോട്ടത്തിനപ്പുറത്തേക്കില്ല. അത്രയും ഭയവും ബഹുമാനവുമാണ് അവർക്ക് തന്നോട്. പക്ഷെ ഇവരൊന്നും അറിയാത്തൊരു ഗംഗാധര മേനോനുണ്ട് തന്റെ ഉള്ളിൽ. ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും എന്തും വില കൊടുത്തു വാങ്ങി സ്വന്തമാക്കുന്ന ഗംഗാധര മേനോൻ. നേരായ വഴിയിൽ കിട്ടാത്തതിനെ വളഞ്ഞ വഴിയിൽ സ്വന്തമാക്കുന്ന തന്നെ ഇവിടെ ആർക്കും അറിയില്ല. അങ്ങനെ അങ്ങനെ താൻ നേടിയും പിടിച്ചും വാങ്ങിയും മറിച്ചും വിറ്റും സ്വന്തമാക്കിയതാണ് ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം. അതിനിടയിൽ ഞെരിഞ്ഞമർന്നു പോയ അനേകം പെൺകുട്ടികളുടെ കരച്ചിൽ ശബ്ദം തനിക്കൊരു ലഹരി മാത്രമായിരുന്നു. കാർത്തിക. അവളോടുള്ള ഇഷ്ടം മനസ്സിലൊതുക്കാൻ കഴിയാതെ അവളിലേക്ക് എത്താൻ പല വഴിയും ചിന്തിച്ചു. നേരിട്ട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം താൻ എന്നും മറ്റുള്ളവരുടെ മുന്നിൽ മാന്യനായിരുന്നു. കാർത്തികയെ കയ്യിലെത്തിക്കാനുള്ള വഴി തുറന്നു തന്നത് ഫേസ്ബുക്ക് ആയിരുന്നു. മകൻ രാഹുലിന് ഫോൺ ഉപയോഗിക്കാൻ വിലക്കുകൾ ഏർപ്പെടുത്തിയ താൻ അത് യഥാഇഷ്ടം ഉപയോഗിക്കുമായിരുന്നു. ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കാർത്തികയ്ക്ക് അപേക്ഷ അയച്ച് കാത്തിരുന്നു കുറച്ചുനാൾ. നിരന്തരമായ ശ്രമം ഒരിക്കൽ വിജയം കണ്ടു. അവളുടെ നല്ല സുഹൃത്തായി അവളിലേക്ക് ചേക്കേറിയൊരു ദിവസം തന്റെ പ്രണയം താൻ അവളോട് പറഞ്ഞു. പക്ഷെ നേരിട്ട് കാണാത്ത ഒരാളെ പ്രണയിക്കാൻ പറ്റില്ല എന്നവൾ പറയുകയും തുടർന്ന് സൗഹൃദം തുടരാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തൊരു നിമിഷത്തിലാണ്
താൻ അവൾക്ക് തന്റെ മകൻ രാഹുലിന്റെ ഫോട്ടോ അയച്ചത്. ദിവസേന കാണുന്ന അവളോട് മനസ്സിൽ നിറയെ പ്രണയമാണെന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നും കൂടി പറഞ്ഞാണെന്ന് താൻ മെസ്സേജ് അയച്ചത്. ഒരിക്കലും കടയിൽ വെച്ചോ മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ചോ സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത് എന്നുകൂടി പറഞ്ഞപ്പോൾ പ്രതീക്ഷയായിരുന്നു മനസ്സിൽ അവൾ ഈ ചൂണ്ടയിൽ കൊളുത്തുമെന്ന്. കോടികളുടെ ആസ്തിയുള്ള കാണാൻ സുന്ദരനായ രാഹുലിനെ മോഹിക്കാത്ത പെൺകുട്ടികൾ കുറവാണ്. അവൻ പക്ഷേ അച്ഛനായ തന്റെ നിയന്ത്രണത്തിലാണെന്ന് ആർക്കും അറിയില്ലല്ലോ. പ്രതീക്ഷകൾ തെറ്റിയില്ല. രാത്രി അയച്ച മറുപടിയിലൂടെ കാർത്തിക ഇഷ്ടം അറിയിച്ചപ്പോൾ ഒന്നേ അവളോട് പറഞ്ഞുള്ളൂ: ഒരിക്കലും നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കരുത്. കാണുമ്പോൾ പരിചയഭാവം നടിക്കരുത്. അച്ഛൻ അറിഞ്ഞാൽ എല്ലാം അവസാനിക്കും. താൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു അവൾ. ഈ നിമിഷം വരെ അവൾ രാഹുലിനോട് നേരിട്ട് മിണ്ടാൻ ശ്രമിച്ചിട്ടില്ല. ഇനിയും കാത്തുനിന്നാൽ ഒരുപക്ഷെ അപകടമാണെന്ന് തോന്നിയതിനാലാണ് കുറച്ചു കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കണം, പുറത്തു വച്ചായാൽ അച്ഛൻ അറിയുമെന്ന് പറഞ്ഞൊരു തിരക്കഥ താൻ രചിച്ചപ്പോൾ തന്റെ മകനിൽ അലിഞ്ഞു ചേരാനുള്ള മോഹത്തോടെ അവൾ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഇനി അല്പസമയം കഴിഞ്ഞ് അവൾ തന്റെ ഈ കൈകളിൽ ഞെരിഞ്ഞമരും. ഓർമ്മയിൽ ആ നിമിഷങ്ങൾ ഓർത്തിട്ടെന്ന പോലെ ഗംഗാധര മേനോൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ തന്നെയാണ് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് കാർത്തിക അയാളുടെ ഫോണിലേക്ക് അയച്ചത്. തന്റെ മകനെ കാത്തിരിക്കുന്ന കാർത്തികയ്ക്കരികിലേക്കൊരു ചിരിയോടെ ഗംഗാധര മേനോൻ നടന്നു ചെന്നപ്പോൾ വരാൻ പോകുന്ന അപകടമറിയാതെ കാർത്തിക രാഹുലിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. മകന് പകരം വരുന്നത് അച്ഛനാണെന്നറിയാതെ. തുടരും.